ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ വന്നത് ഇളനീർ കരിക്ക് മിൽക്ക് ഷേക്ക്. കരിക്ക് ഷേക്ക് എന്നും പറയും. അന്നേരം ഇത് ഒരു കരിക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ പഴം, നല്ല കട്ട പാല്, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചത്, ഏലക്ക, ഐസ് ക്യൂബ്, പിന്നെ ഞാൻ ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം വേണമെങ്കിൽ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു പഴം ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കൂട്ടി നല്ല രീതി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പോവാം. ഒരു വീഡിയോയിലേക്ക് പോകാം. അടിപൊളി ഒരു ഷേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ കരിക്കെടുത്തിട്ട് അതിന് ഒരു കൊടുവാളോ എടുത്തിട്ട് ഇതേപോലെ വെട്ടി ഇങ്ങനെ എടുക്കുക. വെട്ടുമ്പോൾ സൂക്ഷിക്കണം, കയ്യിലൊന്നും വെട്ട് കൊള്ളരുത്. പിന്നെ അത് നല്ല വെട്ട് കൊണ്ടാൽ വെള്ളം ലീക്ക് ചെയ്ത് പുറത്ത് പോകും. അതനുസരിച്ച് വേണം നമ്മൾ വെട്ടാൻ. അന്നേരം വെട്ടി നല്ല രീതി എടുക്കുക. അന്നേരം ഫസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ഒന്ന് ഈ കരിക്കൊന്ന് കഴുകി എടുക്കണം, ആ പൊടി അഴുക്കൊക്കെ ഒന്ന് പോകാനാണ്. പിന്നെ ജാറെടുത്തതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട്, പഴം ഇട്ട്, കുറച്ച് പഞ്ചസാര, ശകലം മധുരത്തിന് വേണ്ടിയിട്ട് അതും ഇട്ട്, പിന്നെ ഒരു 5 ഏലക്ക ഇട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കരിക്കിൻ്റെ വെള്ളം ഒരു അരിപ്പെടുത്തിട്ട് അതിൽ കൂടെ അരിച്ചൊഴിക്കുക. ഒഴിക്കുന്ന അരിക്ക് ഈ പൊടിയൊന്നും അതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. അങ്ങനെ ആ കരിക്കും വെള്ളം മൊത്തം അതിനകത്ത് ഒഴിച്ച്, പിന്നെ തേങ്ങ വെട്ടി 2 പീസാക്കി അത് ഇത് കണക്ക് അതിൽ നിന്ന് ഈ പൾപ്പ് ഇതുപോലെ ഇളക്കിയെടുക്കണം. പൾപ്പ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ആ ജാറിനകത്ത് ഇട്ടാൽ പൊടി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറി നല്ല ഫ്രഷായിട്ട് കിട്ടും. എന്നിട്ട് ഈ ജാറിനകത്ത് ഇട്ട് വിടുക. ഞാൻ ഇതിനകത്ത് കരിക്കും വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഐസ് വാട്ടറൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ മിക്സി ഓണാക്കി നല്ല രീതി അരച്ചെടുക്കുക. നല്ല രീതി അരച്ച് എടുക്കുമ്പോൾ പ്രത്യേക കുടിക്കുമ്പോൾ നല്ല രീതി കൂളായിട്ടാണ് കുടിക്കാം. പിന്നെ ഇതാണ്ട ഇതിപ്പോൾ അരച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും കൂടെ അതിനകത്തിട്ട്, പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടുണ്ടോ, അടിപൊളി. ഇതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കരിക്ക് ഇളനീർ ഷേക്ക് ഇവിടെ നിർമ്മിക്കാനായിട്ട് ഞാൻ ഇളനീർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കൂൾ വാട്ടർ യൂസ് ചെയ്തിട്ടില്ല. ഐസ് ക്യൂബ് ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഫുൾ വർക്ക് ഫിനിഷായിരിക്കുകയാണ്. അന്നേരം ഈ ഇളനീർ ഷേക്ക് ഇനി ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇളനീർ ഷേക്ക് കുടിക്കുമ്പോൾ അടിപൊളിയാണ്. കുടിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, നമുക്ക് ആ ഒരു കൂൾ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു അത്രയും അടിപൊളിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ വെരി നൈസ് ടേസ്റ്റ്, അടിപൊളി. ഏലക്കയുടെ മണവും ആ ടേസ്റ്റ് അടിപൊളിയായിട്ട്. പ്രത്യേകിച്ച് ആ കരിക്കിൻ്റെ ആ പാലുണ്ടല്ലോ, ആ ജ്യൂസ്, അതിൻ്റെ ടേസ്റ്റ്, പിന്നെ ആ നല്ല തണുപ്പിൽ
അടിപൊളി. കരിക്ക് ഷേക്ക് അല്ലെങ്കിൽ ഇളനീർ കരിക്ക് മിൽക്ക് ഷേക്ക് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് കുടിച്ച് നോക്കൂ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കരിക്കിൻ്റെ ആ ജ്യൂസ്, ആ പാലും പിന്നെ നല്ല പശുവിൻ പാലും പിന്നെ ഏലക്കയുടെ ആ ടേസ്റ്റും ആ മണവും അടിപൊളി, സൂപ്പർ. കരിക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ നോക്കിയെടുക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഫ്രഷ്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോയി കരിക്ക് അവിടെ തൂക്കിയിട്ടേക്കും, ഒരു കൊലയുടെ ഞെടുപ്പ് നോക്കിയാൽ മതി ഫ്രഷ് ആണോ അല്ലയെന്ന്. അന്നേരം ഇന്ന് വെട്ടിയതാണെങ്കിൽ നല്ല വൈറ്റും അവിടെ തണ്ടിൽ നല്ലൊരു ഫ്രഷ് കാണാൻ പറ്റും. അല്ലാത്താകുമ്പോൾ ആ വെട്ടിയ ഭാഗത്ത് വേറൊരു ബ്രൗൺ കളർ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കരിക്ക് നല്ല ഇളനീരാണെങ്കിൽ ഒന്ന് കൊട്ടി നോക്കിയാൽ മതി. അവിടെ തൂങ്ങി കിടക്കുന്ന ഓരോ കരിക്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് കൊട്ടി വെക്കുമ്പോൾ സൗണ്ട് വ്യത്യാസമായിട്ട് വരും. എന്തായാലും നമ്മുടെ കയ്യിൽ അവരെ കയ്യിൽ തന്നെ ഇരുമ്പാണ്, ഇത് കട്ട് കഴിഞ്ഞെടുക്കുക. അന്നേരം ആ ഇരുമ്പ് വെച്ച് കൊട്ടി ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു സൗണ്ട് ഇങ്ങനെ വരും. അന്നേരം ആ കരിക്ക് സെലക്ട് ചെയ്താൽ അതിനകത്ത് നിറച്ച് വെള്ളമായി. അന്നേരം നമ്മൾ കയ്യിൽ വിരൽ വെച്ചിട്ട് ഇതിനിങ്ങനെ ഒന്ന് തട്ടി നോക്കും. അന്നേരം ഒരു പല എണ്ണത്തിലും ടച്ച് ചെയ്ത് നോക്കുമ്പോൾ പല തരത്തിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അന്നേരം നിറച്ച് വെള്ളമുള്ളതാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം അതിനെ സെലക്ട് ചെയ്ത് നമുക്ക് പുറമേ നോക്കുമ്പോൾ നല്ലതായിട്ട് തോന്നും. പിന്നെ ജസ്റ്റ് ഒരു ടച്ച്. പിന്നെ അവർ ഇരുമ്പ് കൊണ്ടുവരും. ആ ഇരുമ്പ് വെച്ചിട്ട് ഇപ്പം നമ്മളൊന്ന് അത് വാങ്ങിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കൊട്ടി നോക്കിയാലും നമുക്കറിയാൻ പറ്റും. അന്നേരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.